ഇന്ന് ശരിക്കും ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന ടൈമിൽ ഡിസ്ചാർജിൻ്റെ ഡേയിൽ ഡിസ്ചാർജിൻ്റെ ഡേയിൽ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അവിടുത്തെ നഴ്സ് നമുക്കൊരു എൻവലപ്പിലിട്ട് കുറേ ഇൻഫോർമേറ്റീവായിട്ടുള്ള സാധനങ്ങളാണ് തന്നിരിക്കുന്നത്. ഇത് ഞാൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പം ഓരോന്നോരോന്നായിട്ട് പറയും. ഇതിനകത്ത് അവർ എങ്ങനെ നമ്മൾ കൊച്ചിൻ്റെ ബർത്ത് രജിസ്റ്റർ ചെയ്യാം എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് എന്തായാലും ജസ്റ്റ് പറയാം. ഇത് ഹാവ് എ ക്വസ്റ്റ്യൻ അബൌട്ട് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ചുള്ള ഒരു ലീഫ്ലെറ്റ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ ഇത് ഗൈഡ് ലൈൻസ് ഫോർ മദേഴ്സ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു മാസം വരെയുള്ള ഡീറ്റെയിൽസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. എത്ര കൊച്ചിന് നമുക്ക്, അതായത് കുഞ്ഞു പിള്ളേർക്ക് എത്രമാത്രം നമ്മൾ ബ്രസ്റ്റ് ഫീഡ് കൊടുക്കണം, അവരുടെ നാപ്പീസ് എത്രമാത്രം വെറ്റാവും, സ്റ്റൂൾ എങ്ങനെ അവർ പാസ് ചെയ്യുന്നത്, അങ്ങനെ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ചേർന്ന ഒരു ലീഫ്ലെറ്റ് ആണിത്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയറിയാം ഒരുപാട് ഇൻഫർമേഷൻസ് ഈ ഒറ്റ ലീഫ്ലെറ്റ് തന്നെ കാണിക്കുന്നുണ്ട്. കണ്ടോ? മതിയോ? പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ളിരുന്ന് വായിക്കണം കേട്ടോ. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഒത്തിരി നല്ലതാണ്. ഇതുണ്ട് ഹൗ ടു പ്രിപ്പയർ യുവർ ബേബീസ് ബോട്ടിൽ എന്ന് പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ചൊരു ലീഫ്. ഇത് അവർ കോപ്പി എടുത്തു തന്നതാണ്. ഇതിൻ്റെ അകത്തിൽ നമ്മളെങ്ങനെ ഫീഡ് പ്രിപ്പയർ ചെയ്യണം. അതായത് നോർമലി പറയുന്നത് 30 ml ലുക്വം വാട്ടറിൻ്റെ അകത്തിൽ നമ്മൾ ഒരു സ്കൂപ്പാണ് സാധാരണ ഇടുന്നത്. അതിനനുസരിച്ചാണ് നമ്മൾ ബോട്ടിൽ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഫീഡ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ബോട്ടിൽ ഫീഡ് കൊടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പിന്നെ അതിൻ്റെ സ്റ്റെറിലൈസേഷൻ എങ്ങനെയാണെന്നുള്ളതും അത് എന്തോരം സ്റ്റെറിലൈസ് ചെയ്യുന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം കൂടെ ചേർന്നാണ് ഇതിൻ്റെ അകത്തിൽ മെയിനായിട്ട് പറയുന്നത് നമ്മൾ അതായത് ഇതിപ്പം ഞാൻ ഒരിക്കലും നിങ്ങളോട് ബോട്ടിൽ ഫീഡിനെ കുറിച്ച് എൻകറേജ് ചെയ്യുന്നതല്ല, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ. ഇപ്പം ഇൻ കേസ് കൊടുക്കുന്ന ടൈമിൽ ക്യാരി ഫോർവേഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഇതിനകത്ത് പറയുന്നത് എങ്ങനെ നമ്മൾ ഫീഡ് പ്രിപ്പയർ ചെയ്യണം, പിന്നെ ബോട്ടിൽ എങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യണം, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ഇപ്പോൾ ഫീഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവർ പറയുന്നത് നമ്മളത് ഇപ്പം കെറ്റിൽ അത് ക്ലീൻ ആയിട്ടുള്ള ഇതായിരിക്കണം, പിന്നെ അതേപോലെ പ്രിപ്പയർ ചെയ്യുന്ന സർഫസ് ക്ലീൻ ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റെറൈൽ ആയിരിക്കണം എപ്പോഴും. കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇവരുടെ ബോട്ടിലാണെങ്കിലും ബാക്കി ഇവർക്ക് ഫീഡ് ചെയ്യുന്ന സാധനങ്ങളെ നമ്മൾ ടച്ച് ചെയ്യാവുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഇതിനകത്ത് ഞാൻ ജസ്റ്റ് വായിക്കാം. ഹൗ ടു പ്രിപ്പയർ എ ബേബീസ് ബോട്ടിൽ. അതിലൊന്ന് ബോയിൽ 1 liter ഓഫ് ഫ്രഷ്ലി ഡ്രോൺ കോൾഡ് ടാപ്പ് വാട്ടർ. പക്ഷെ ഞങ്ങൾ ടാപ്പ് വാട്ടർ അല്ല യൂസ് ചെയ്യുന്നത്, നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ തന്നെയാണ് ചൂടാക്കുന്നത്. പിന്നെ ലീവ് ടു കൂൾ ഫോർ 30 minutes. ക്ലീൻ വർക്ക് സർഫേസസ് ആൻഡ് വാഷ് ഹാൻഡ്. റീഡ് ദ ഇൻസ്ട്രക്ഷൻ. അതായത് നമ്മൾ ആദ്യം ഫോർമുല ഫീഡിൻ്റെ ആ പാക്കറ്റ് എടുക്കുമ്പോൾ അതെങ്ങനെ എടുക്കേണ്ടത്, അതിൻ്റെ ഫീഡ് എങ്ങനെ എടുക്കേണ്ടതെന്നുള്ളത് ഫുള്ളി വായിക്കുക. നോർമലി 30 ml ലൂക്കോം വാട്ടറിൽ 1 സ്കൂപ്പാണ് നമ്മൾ ഇടുന്നത്. അത് കറക്റ്റ് 1 സ്കൂപ്പേ ഇടാവുള്ളൂ, കറക്റ്റ് 30 ml എടുക്കുള്ളൂ. അതിൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അത് അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അതായത് കുഞ്ഞു പിള്ളേരുടെ വയറിന് അത് പ്രോബ്ലംസ് ഉണ്ടാകും. പിന്നെ അതേപോലെ pour the water into the sterile bottle. Add the formula using the scoop provided. Screw the teeth tightly, put on the bottle's lid and shake well. പിന്നെ ഇവർ പറയുന്ന ഇവരുടെ ബോട്ടിൽസ് ആണെങ്കിലും എല്ലാം നമ്മൾ ടച്ച് ചെയ്യുമ്പോഴേ പ്രിപ്പയർ ചെയ്താലും ക്ലീൻ ആയിരിക്കുക. മെയിനായിട്ട് സ്റ്റെറൈൽ ആയിട്ടുള്ള സർഫേസിൽ വേണം നമ്മൾ ചെയ്യാൻ. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഫോർമുല ഫീഡ് കൊടുത്ത് എക്സ്ട്രാ മിൽക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു 2 hours കൂടുതൽ വരെ വെക്കാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് അത് ചൂടാക്കി കൊടുക്കാനും ഒന്നും പാടില്ല. അത് നമ്മൾ ഡയറക്റ്റ് ത്രോ അവേ ചെയ്യുക. പിന്നെ ഡൂസ് ആൻഡ് ഡു നോട്ട്സ്. ഡൂസിൻ്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ടത് ഓൾവേസ് സ്റ്റെറൈൽ ബോട്ടിൽ, വാഷ് ഹാൻഡ് ബിഫോർ മേക്കിംഗ് അപ്പ് ദ ഫോർമുല, ആഡ് ദ ഫോർമുല വെൻ ബോയിൽഡ് വാട്ടർ ഹാസ് കൂൾഡ് ഫോർ 30 minutes, കൂൾ ദ ഫീഡ് ക്വിക്ക്ലി, ഫീഡ് വെൻ കൂൾഡ് ഓർ സ്റ്റോർ കോൾഡ് ഫീഡ്. പിന്നെ ഡു നോട്ട് യൂസ് എ ഡിഷ് വാഷർ ടു സ്റ്റെറിലൈസ് ബോട്ടിൽസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്, ബട്ട് യു ക്യാൻ യൂസ് എ ഡിഷ് വാഷർ ടു വാഷ് ദ ബോട്ടിൽസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. ബട്ട് നമ്മൾ സ്പെഷ്യലി അവർക്ക് വേണ്ടിയുള്ള സ്റ്റെറിലൈസർ ഉണ്ടായിരുന്നു, നമ്മൾ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സ്റ്റെറിലൈസറും പിന്നെ അതേപോലെ തന്നെ ഹീറ്റിംഗ് അതിനെന്താ വിഷയം പറയുന്നത്, ബോട്ടിൽ വാർമർ. സ്റ്റെറിലൈസറും ബോട്ടിൽ വാർമറിൻ്റെ നമ്മളൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതേപോലെ ഡു നോട്ട് ഹീറ്റ് ഫീഡ് ഇൻ എ മൈക്രോവൻ. Do not use water from hot tap or from a water softener system. Do not use water that has been boiled more than once. Do not leave made up bottles at room temperature for more than 2 hours. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ബോട്ടിൽ ഫീഡ് കൊടുക്കുന്നതിൽ ഡൂസും ഡുനോസിലും നിങ്ങൾ സ്പെഷ്യലി ശ്രദ്ധിക്കേണ്ടത്. ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിപ്പയർ ചെയ്യുന്നതും നമ്മൾ ഈ നോർമലി പറഞ്ഞ ഇപ്പോൾ ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്യാൻ നമുക്കൊന്നെങ്കിൽ സ്റ്റെറിലൈസർ യൂസ് ചെയ്യാം. പിന്നെ ബോട്ടിൽ നമ്മളുടെ ഒരു പാനിൽ വെള്ളം എടുത്തിട്ട് അതിലിട്ട് തിളപ്പിക്കും. പിന്നെ കെമിക്കൽ സ്റ്റെറിലൈസർ, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആണ് ഇതിലേ ഉള്ളത്. ഇത്
പിന്നെ അടുത്ത ഇൻഫർമേഷൻ അവർ തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് സീരിയസ് ഇൻഫെക്ഷൻ ഇൻ പ്രഗ്നൻസി ആൻഡ് ആഫ്റ്റർ ബർത്ത്. അതായത് അവർ പറയുന്ന നമുക്ക് സെപ്സിസ് ഉണ്ടാകാനുള്ള ചാൻസസ്, അതുപോലെ തന്നെ സീരിയസ് ഇൻഫെക്ഷൻ എന്തൊക്കെയാണ്, പിന്നെ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ സെപ്സിസ് എന്തൊക്കെയാണ് ആഫ്റ്റർ ഡെലിവറി പോസ്റ്റ് പാർട്ടം ടൈമിൽ ഉണ്ടാകുന്നത്. അതായത് ഇതിൻ്റെ അകത്തിൽ മെയിനായിട്ട് പറയുന്നത് ദിസ് ഇൻഫർമേഷൻ ലീഫ്ലെറ്റ് അണ്ടർസ്റ്റാൻഡിങ് സീരിയസ് ഇൻഫെക്ഷൻ ഇൻ പ്രഗ്നൻസി ആൻഡ് ആഫ്റ്റർ ബർത്ത്. അതായത് സെപ്സിസിൻ്റെ ഡെഫിനേഷൻ എന്താണ്, അതായത് സെപ്സിസ് ഒരു സിവിയർ ഇൻഫെക്ഷനാണ്, നമ്മുടെ എൻ്റയർ ബോഡിയെ അത് അഫക്റ്റ് ചെയ്യും. അതിൻ്റെ ഫസ്റ്റ് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചർ കൂടും, ഹാർട്ട് റേറ്റ്, ബ്രീത്തിങ്ങിനെ അഫക്റ്റ് ചെയ്യും, അതുപോലെ ഫീലിംഗ് അൺവെൽ, പിന്നെ ചിൽസ്, ഫ്ലൂ ടൈപ്പ് സിംറ്റംസ്, അബ്ഡോമിനൽ പെയിൻ. ഇത് മദറിനുള്ള നമ്മളത് നോക്കേണ്ടത്. പിന്നെ റിസ്ക് ഓഫ് ഗെറ്റിംഗ് ആൻ ഇൻഫെക്ഷൻ ഈസ് ഇൻക്രീസ്ഡ് ഇൻ ദ ഫോളോയിങ് സർക്കംസ്റ്റൻസസ്. അതായത് ആഫ്റ്റർ ഹാവിങ് എ മിസ്കാരേജ് ഓർ ഡിയാൻസി. ഇത്രയും കാര്യങ്ങൾ കഴിയുമ്പം ഇവർ റിസ്ക് ഫുൾ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കുക. ഇഫ് യുവർ വാട്ടർ ആർ ഗോൺ ഏർലി ഓർ ഗോൺ for more than 24 hours before your baby was born, if you develop a urine infection, if your baby was born prematurely, after you have had your baby, this is the most common time for serious infections to develop, in particular if you have had your baby by cesarean or forceps or vacuum, or if you had a 3rd-degree tear. ഇത്രയും കാര്യങ്ങളിൽ റിസ്ക് ആണ് നമ്മൾ പോസ്റ്റ്മോർട്ടം ടൈമിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ളത്. അപ്പം ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക. എപ്പം നിങ്ങൾ GP കോൺടാക്ട് ചെയ്യണമെന്ന് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോർ ത്രോട്ടോ, ചെസ്റ്റ് ഇൻഫെക്ഷൻ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, പെയിൻ, ബേണിംഗ് ഓൺ പാസിംഗ് യൂറിൻ, ജെനൈറ്റൽ ട്രാക്ട് ഇൻഫെക്ഷൻ, അബ്ഡോമിനൽ പെയിൻ, ചിൽസ്, ഫ്ലൂ ലൈക്ക് സിംറ്റംസ്, ഡയറിയ, സഡൻ ഇൻക്രീസ് ഇൻ വജൈനൽ ബ്ലീഡിംഗ് പോസ്റ്റ്നേറ്റലി ആഫ്റ്റർ എ സിസേറിയൻ ബർത്ത്, ഇഫ് യു സ്കാർ ബിക്കം റെഡ് ആൻഡ് പെയിൻഫുൾ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് പോസ്റ്റ്മോർട്ടം ടൈമിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഇൻഫെക്ഷനും അതിൻ്റെ ഫോളോഡ് ആയിട്ടുണ്ടാകുന്ന സെപ്സിസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷനാണിത്. പിന്നെ വൈറ്റമിൻ ഡി ഇവർ പറയുന്നത്, ഇപ്പം വൈറ്റമിൻ ഡി അതായത് കൊച്ചിന് കൊടുക്കുന്ന വൈറ്റമിൻ ഡിയുടെ ഇമ്പോർട്ടൻസ് ആണ് ഇവർ പറയുന്നത്. വൈറ്റമിൻ ഡി ഹെൽപ്പ് അസ് ടു ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ സ്ട്രോങ് ബോൺസ് ആൻഡ് ടീത്ത്. അതേപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം നല്ല രീതിയിലാക്കാനും വൈറ്റമിൻ ഡി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലോ ലെവൽസ് ഓഫ് വൈറ്റമിൻ ഡി ഇൻ ചിൽഡ്രൻ ക്യാൻ കോസ് റിക്കറ്റ്സ് എന്ന് പറഞ്ഞ രോഗം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ അവരുടെ ബോൺസ് ഭയങ്കര ബ്രിറ്റിൽ സോഫ്റ്റ് ബോണായിപ്പോവും. അതുകൊണ്ട് ഇവർ പറയുന്നത് ഗീവ് യുവർ ബേബി 5 microgram ഓഫ് വൈറ്റമിൻ D3 as a supplement every day from birth to 12 months if they are breastfeeding, taking less than 300 ml or 10 fluid ounce of infant formula a day. നമ്മൾ നമ്മുടെ ബേബിക്ക് ഓൾറെഡി വൈറ്റമിൻ ഡി കൊടുക്കുന്നുണ്ട്. 2 drops ആണ് 5 microgram എന്ന് പറയുന്നത്. 2 drops per day until 12 months വരെ കൊടുക്കണം. അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇവർ പറയുന്നത്. അപ്പം വൈറ്റമിൻ ഡി കഴിഞ്ഞു. പിന്നെ അടുത്ത പ്രൊമോട്ടിങ് ഇമോഷണൽ വെൽബീങ് ഇൻ പ്രഗ്നൻസി എന്ന് പറഞ്ഞൊരു ലീഫ്ലെറ്റ്. ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അതിനെക്കുറിച്ചാണ് പറയുന്നത്. സ്പെഷ്യലി ഇപ്പം ദൂരെയൊക്കെ മാറിയിരിക്കുമ്പം അവർ ഹസ്ബൻഡ് വൈഫ് മാത്രമേ ഉണ്ടാവുള്ളൂ, പേരൻസ് ഉണ്ടാവത്തില്ല. അപ്പം ഇപ്പോൾ ഹസ്ബൻഡ് വർക്കിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം മറ്റേണിറ്റി ലീവ് ഉള്ള മദർ കണ്ടിന്യൂസ് ബേബിനെ നോക്കി അവർ ഭയങ്കര കരച്ചിലൊക്കെ ആകുമ്പോൾ ചിലവർക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ കുറേ നേരം കയ്യിലെടുക്കുമോ അല്ലെങ്കിൽ കുറേ നേരം കരഞ്ഞ് ഇങ്ങനെ പിടിക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് കൈമാറി എടുക്കാൻ, ഇല്ലെങ്കിൽ അവർക്ക് ഒരു മെൻ്റലി അവർക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്ന ടൈമിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അവരുടെ ആ സമയത്തെ ഇമോഷണൽ വെൽബീങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് കുറേ ഡീറ്റെയിൽസ് ആണ് അവർ പറയുന്നത്. അപ്പം ഇതിൻ്റെ അകത്തിൽ അവർ പറയുന്നത് വുമൺ മേ എക്സ്പീരിയൻസ് ലോ മൂഡ് ഓർ ആങ്സൈറ്റി ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് ഓർ ആഫ്റ്റർ ഹാവിങ് എ ബേബി. അതിൻ്റെ സിംറ്റംസ് ഇപ്പം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് പോകുന്നതിൻ്റെ സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അവർ ഫ്രീക്വൻറ്റ് ക്രൈയിങ്, ഓഫൻ ഫോർ നോ റീസൺ, ഫീലിംഗ് ടെൻസ്, ഇറിറ്റബിൾ, ഫീലിംഗ് സാഡ് ആൻഡ് ലോൺലിനെസ്, പിന്നെ ഫ്രീക്വൻറ്റ് മൂഡ് സ്വിങ്, വാണ്ടിങ് ടു റൺ അവേ. ഇങ്ങനത്തെ കുറേ സിംറ്റംസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വായിച്ച് നോക്കിയാൽ അറിയാം. ഇതുണ്ടോ, ഇതൊക്കെയാണ് സിംറ്റംസ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ. ഇതൊക്കെ നിങ്ങൾ നോട്ടിഫൈ ചെയ്യുക. ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലും സഹായം തേടാൻ, നിങ്ങൾ അവരോട് കുറച്ച് നേരം സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം
ഫ്രണ്ട്സിൻ്റെ അടുത്ത് വന്നാൽ നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയാം. അപ്പോൾ അവർ പറയുന്നുണ്ട് പ്രൊമോട്ടിങ് ഇമോഷണൽ വെൽബീയിങ് ആഫ്റ്റർ ദ ബർത്ത് ഓഫ് യുവർ ബേബി. അപ്പോൾ അവർ മെയിനായിട്ട് പറയുന്നത് അങ്ങനെ ഇപ്പോൾ ഇത് അയർലൻഡിലാണെങ്കിൽ പറയുന്നത് അങ്ങനെ ഞങ്ങൾക്ക് എന്തെങ്കിലും ലോ മൂഡ് അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ ജീപ്പിനെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് നഴ്സിനെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ കുഞ്ഞിപ്പോൾ ഒരുപാട് നേരം കരയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിനെയോ ആരെങ്കിലും, ഇപ്പം ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയി ആരുമില്ല നമ്മൾ മാത്രമല്ല ഫ്രണ്ട്സിനെ കുറച്ച് നേരം ഒന്ന് അവരുടെ അടുത്തോട്ടൊന്ന് കുഞ്ഞിനെ കൊടുത്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് കുറച്ച് നേരത്തേനൊന്ന് റിലീവ് ആവുക. അങ്ങനെ നമ്മൾ ആ ഒരു സിറ്റുവേഷനുമായിട്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇത് നിങ്ങളെ കണ്ടില്ലേ, ഇതൊക്കെയാണ് സിംറ്റംസും കാര്യങ്ങളുമായിട്ട് അവർ പറയുന്നത്. അതേപോലെ തന്നെ എങ്ങനെ നമുക്കത് പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസാണ് ഇതിൽ മെയിനായിട്ട് കാണിക്കുന്നത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇപ്പം ഞാനും ആദ്യം ഒരു സിറ്റുവേഷനിലാണ്. നമുക്കങ്ങനെ ഒരിക്കലും ശരിയാ ചില സമയത്ത് ഇങ്ങനെ തോന്നിപ്പോവും ആരെങ്കിലും ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് കരയുമ്പോൾ ഒന്ന് കൈ മാറി കൊടുക്കായിരുന്നു. പക്ഷെ ആ സമയം എന്താ പറയുക, നമ്മൾ മൈൻഡിനെ തന്നെ കൺട്രോൾ ചെയ്ത് ഓക്കെ ഇതാണ് നടക്കുന്നത്, നമുക്ക് ഓൾറെഡി എക്സ്പെക്റ്റഡ് ആണ്, അപ്പം അങ്ങനെയൊക്കെയാണ് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. അങ്ങനെ ഞാൻ ഒരിക്കലും ലോ മൂഡാണെന്നും ഞാനിങ്ങനെ ചില സമയം കയ്യിൽ നിന്ന് ഇങ്ങനെ വിട്ടു ഭയങ്കരമായിട്ട് കരയുന്ന സമയത്ത്. അല്ലാതെ നമുക്ക് അങ്ങനെ ഇപ്പം നൈറ്റിൽ ഉറക്കം ഇല്ലെങ്കിലോ നമുക്ക് ഒട്ടും ഉറക്കമില്ലെന്ന് പറഞ്ഞാൽ അതിനോട് നമ്മൾ ദേഷ്യപ്പെടേണ്ട ആവശ്യമോ അല്ലെങ്കിൽ നമുക്കത് ഡിപ്രസ് ആവേണ്ട ഒരു കാര്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അതൊക്കെ ഒരു പാർട്ട് ഓഫ് ലൈഫാണ്. ഞാൻ ശരിക്കും അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതാണ് പ്രൊമോട്ടിങ് ഇമോഷണൽ വെൽബീയിങ് ഇൻ പ്രഗ്നൻസിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ഇനി അടുത്ത ഇവിടെ അംബിലിക്കൽ കോഡ് കെയർ ഫോർ ദ ഹെൽത്തി ബേബി. ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ കെയറിങ്, ഇത് കണ്ടോ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ച് നോക്കി അറിയാം എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് കെയർ ചെയ്യുന്നത്. അവർ പറയുന്നത് നമ്മൾ കെയർ ചെയ്യുന്ന സമയം നമ്മുടെ കൈയൊക്കെ സ്റ്റെറൈലായിരിക്കണം, കെയർ ചെയ്യുന്നതിന് മുന്നും അത് കഴിഞ്ഞും കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യുക. നോർമലി ഹെൽത്തി ആയിട്ട് ഒരു 2 to 3 വീക്സിനുള്ളിൽ തന്നെ അത് ഫോളോ ഓഫ് ആയി പോകും. നമ്മൾ സ്പെഷ്യൽ അവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ക്ലീൻ ചെയ്യേണ്ട ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ യൂറിനോ അല്ലെങ്കിൽ സ്റ്റൂള് പാസ് ചെയ്ത് അവിടെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യലി പറയുന്ന ഇവർ ക്ലീൻ ടവൽ വെച്ചിട്ട് നമ്മുടെ പാച്ച് ആൻഡ് കോഡ് ബെല്ലി ബട്ടൺ ഡ്രൈ കെയർഫുള്ളി വിത്ത് എ ക്ലീൻ ടവൽ. അത് ക്ലീൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് നമ്മൾ വാഷ് ചെയ്യുക കെയർ ചെയ്യുന്നതിന് മുന്നും കഴിഞ്ഞും. അതേപോലെ തന്നെ അംബിലിക്കൽ കോഡ് ആൻഡ് ബെല്ലി ബട്ടൺ കീപ് ക്ലീൻ ആൻഡ് ഡ്രൈ ഓൾവേസ്. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. നാപ്പി ചെയ്യുന്ന സമയത്ത് എപ്പോഴും ക്ലീൻ ചെയ്യേണ്ട. അവിടെ യൂറിനോ സ്റ്റൂൾ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ മാത്രം ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്യേണ്ടത് യൂസ് കോട്ടൺ വോൾ സോക്ട് വിത്ത് വാം ടഫ് വാട്ടർ ടു വാഷ് ദ കോഡ് ആൻഡ് ബെല്ലി ബട്ടൺ. പിന്നെ ഡ്രൈ കോട്ടൺ ഒരിക്കലും അവിടെ പാച്ച് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫിലമെൻറ്റ്സ് അവിടെ ഫിലമെൻറ്റ്സ് ഇരുന്ന് കഴിയുമ്പോഴത്തേന് അത് വീണ്ടും ഇൻഫെക്ഷനുള്ള ചാൻസസ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഒരിക്കലും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നാപ്പി ഇടുമ്പം നാപ്പി എപ്പോഴും ആ ബെല്ലി ബട്ടൺ അംബിലിക്കൽ കോഡ് അതിൻ്റെ താഴെയായിട്ട് വേണം കെട്ടാനതേ. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അതിന് മുകളിൽ കെട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും ആ ചൂടൂടെ കൂടുമ്പോഴത്തേ അത് ഇൻഫെക്ഷനുള്ള ചാൻസസ് ഉണ്ട്. കണ്ടോ? അതേപോലെ തന്നെ നമ്മൾ ഓരോ നാപ്പി ചേഞ്ചിൻ്റെ സമയത്ത് നമ്മൾ നോക്കണം ആ ഭാഗം നല്ല ക്ലീൻ ആയിട്ടിരിക്കുവാണോ ഡ്രൈ ആയിട്ടിരിക്കുവാണോ എന്നുള്ളത്. പിന്നെ സ്പെഷ്യലി തിങ്സ് ടു വാച്ച് ഔട്ട് എന്ന് പറയുന്നത് ബേസ് ഓഫ് ദ കോഡ് ആൻഡ് ഓർ ദ സ്കിൻ സറൗണ്ടിങ് ദ ബെല്ലി ബട്ടൺ അപ്പിയേഴ്സ് റെഡ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. swelling or tenderness around the base of the cord, yellowish or white pus oozing from the cord, smelly cord, poor feeding. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ജീപ്പിനെ കോൺടാക്ട് ചെയ്യുക ഇമ്മീഡിയറ്റ് ആയിട്ട്. പിന്നെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മിഡ് വൈഫിനെ ഇൻഫോം ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീപ്പിനെ കോൺടാക്ട് ചെയ്തിട്ട് അതിൻ്റെ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതൊക്കെ ഇൻഫെക്ഷൻ്റെ സയൻസ് ആണ് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ. ഇത് അപ്പോൾ ഇതാണ് ഈ അംബിലിക്കൽ കോഡ് കെയറിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുന്നത്. ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ നാട്ടിൽ വർക്ക് ചെയ്ത സമയത്തൊക്കെ അവിടെ ഇങ്ങനെ അംബിലിക്കൽ ഇത് ഫോളോ ഓഫ് ആയി കഴിയുമ്പോഴത്തേന് അവർ പറയായിരുന്നു ജസ്റ്റ് നമ്മുടെ ബെറ്റാഡിൻ്റെ സൊല്യൂഷൻ ഇങ്ങനെ
നമ്മുടെ ഗോസ് പീസിൽ പരട്ടിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് മുക്കി വെക്കണം, അത് വേഗം ഹീൽ ചെയ്യാൻ വേണ്ടി. അതേപോലെ നാട്ടിൽ ഞാൻ കേട്ടിട്ടുണ്ട് നിയോസ്പോറിൻ്റെ പൗഡർ നമ്മൾ അവിടെ ഇടുക, ആൻറ്റിബയോട്ടിക് പൗഡർ. പക്ഷേ ഇവിടെ അവർ ഒന്നും മെഡിസിനോ ഒരു ക്രീമോ അപ്ലൈ ചെയ്യാൻ വേണ്ടി അവർ റെക്കമെൻഡ് ചെയ്യുന്നേ ഇല്ല. അത് നാച്ചുറലി തന്നെ ഡ്രൈ ആയിട്ട് അത് ഫോളോ ആയി പോവും. നമ്മൾ കൊടുക്കേണ്ട കെയർ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു ഇൻഫെക്ഷനും ഉണ്ടാവാതെ ഒരു മെഡിസിനും അപ്ലൈ ചെയ്യാതെ നല്ല രീതിയിൽ പോകാമെന്നാണ് അവർ ആ ഇൻഫർമേഷനിൽ പറയുന്നത്. ഇനി അടുത്ത ഡീറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ബർത്ത് രജിസ്റ്റർ ചെയ്യാന്നുള്ള ഡീറ്റെയിൽസാണ് ഇതിൽ പറയുന്നുണ്ട്. ഏത് സൈറ്റിൽ നമ്മൾ പോയിട്ട് ബർത്ത് രജിസ്റ്റർ ചെയ്യണം എന്തേണ്ടേ ഇതിൽ നോക്കിയാൽ അറിയാം. സിവിൽ രജിസ്ട്രേഷൻ services.i www.civilregistration.services.i ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബർത്ത് രജിസ്റ്റർ ചെയ്യാനുള്ള ആ ഒരു പേജ് ഓപ്പൺ ആവും. അതിൽ നമ്മൾ ബർത്ത് രജിസ്റ്റർ ചെയ്യുക, ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇതിപ്പോൾ ഇവർ പറയുന്നത് ഇപ്പം കോവിഡ് ആയത് കാരണം നമ്മൾ ഓൺലൈനാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് ഡോക്യുമെൻറ്റ്സ് എല്ലാം ഫില്ല് ചെയ്ത് ഇപ്പം ഡോക്യുമെൻറ്റ്സ് എല്ലാം ഫില്ല് ചെയ്യുക. ഓൺലൈൻ നമുക്ക് ഫില്ല് ചെയ്യും. അതേപോലെ തന്നെ അതിനോട് ചേർന്ന് കുറേ കോപ്പീസ് ഇവർ ചോദിക്കും. നമ്മളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസും എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ഇവർക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്യണം. ചെയ്ത് കഴിഞ്ഞിട്ട് ഇവളിപ്പം കുഞ്ഞൂസിൻ്റെ ആണെങ്കിൽ കുഞ്ഞൂസ് ഞങ്ങൾ ഡിസ്ചാർജ് ആയി വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇത് ഓൺലൈൻ കയറി രജിസ്റ്റർ ചെയ്തു. ബാക്കി ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ നമ്മൾ ഏത് കൗണ്ടിയിലാണോ നിൽക്കുന്നത് ഇതിൽ തന്നെ നമ്മൾ നോക്കുക ഏത് കൗണ്ടിക്ക് അടുത്തുള്ള ഏത് പ്ലേസിലേക്കാണ് നമ്മൾ അയക്കുക എന്നുള്ളത് ഇതുവരെ കാണിക്കും. എന്നിട്ട് നമ്മൾ ആ പ്ലേസിൻ്റെ അഡ്രസ്സിലേക്ക് നമ്മൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം അയച്ചു കഴിഞ്ഞ് ഏകദേശം 2 വീക്സോളം കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ സിവിൽ രജിസ്ട്രേഷൻ ഓഫീസിൽ നിന്ന് എനിക്കൊരു കോൾ വന്നിട്ട് അവർ പറഞ്ഞു ബർത്ത് രജിസ്റ്റർ ആയി. അപ്പോൾ എന്നോട് ചോദിച്ചു ഇതേപോലെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണം, കാരണം പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യണമല്ലോ. അങ്ങനെ ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി 21.50 euro ഞാൻ പേ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ബർത്ത് സർട്ടിഫിക്കറ്റ് അവർ പോസ്റ്റിൽ അയച്ചു. അത് കഴിഞ്ഞ് PPS നമ്പർ കിട്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ PPS നമ്പറൂടെ കിട്ടി കഴിയുമ്പോൾ ചൈൽഡ് ബെനിഫിറ്റിന് നിങ്ങൾ ഓൺലൈൻ മൈ വെൽഫെയർ കയറിയിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോഴത്തേന് എല്ലാ മാസവും ആദ്യത്തെ ചൊവ്വാഴ്ച 140 euro വെച്ചിട്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക്, ഏത് അക്കൗണ്ടാണ് സാധാരണ നമ്മൾ മദറിൻ്റെ അക്കൗണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്, ബാങ്ക് ഡീറ്റെയിൽസ് മദറിൻ്റെ ബാങ്കിലേക്ക് 140 euro എല്ലാ മാസവും കൊച്ചിന് വേണ്ടി ഇനി ഒരു 16 വയസ്സ് വരെ എന്തോ സംതിങ് വരത്തില്ലേ, അങ്ങനെ 16 വയസ്സ് വരെ നമുക്ക് എല്ലാ മാസവും വന്നുകൊണ്ടിരിക്കും. അപ്പം ഇതാണ് ബർത്ത് രജിസ്ട്രേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ഡിസ്ചാർജ് അയക്കുമ്പോൾ നിങ്ങൾ ബർത്ത് രജിസ്റ്റർ ചെയ്യുക. അത് കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് PPS കിട്ടും. PPS നമ്പർ കിട്ടിക്കഴിയുമ്പോഴത്തേന് ചൈൽഡ് ബെനിഫിറ്റിന് അപ്ലൈ ചെയ്യുക. അതേപോലെ പ്രത്യേകമായിട്ട് ചെയ്യേണ്ടത് GP വിസിറ്റ് കാർഡിന് നിങ്ങൾ മറക്കാതെ ഓൺലൈൻ അപ്ലൈ ചെയ്യുക. നമ്മൾ GPയുടെ അടുത്ത് വിസിറ്റിന് പോകുമ്പോഴും ആ കാർഡുമായിട്ട് വേണം. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു കാർഡായിട്ട് കിട്ടും. PPSന് നിങ്ങൾക്ക് കാർഡില്ല, ജസ്റ്റ് ഒരു നമ്പറായിട്ട് മാത്രമേ ഞങ്ങൾക്ക് വന്നുള്ളൂ. ഇതാണ് ബർത്ത് രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസ്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവർ കോൺട്രാസെപ്റ്റീവ് ചോയ്സസ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ കുറേ ഡീറ്റെയിൽസ് കിടപ്പുണ്ട്. അതായത് ഹൗ ടു പ്രൊട്ടക്ട് യുവർ സെൽഫ് ഫ്രം ആൻ അൺപ്ലാൻഡ് പ്രഗ്നൻസി, ഹൗ ടു അവോയ്ഡ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്, അതിനെക്കുറിച്ചുള്ള കുറേ ഡീറ്റെയിൽസ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാലും കാണാം. കണ്ടോ, കുറേ ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു ഇൻഫർമേഷൻ 5 വാർണിംഗ് സൈൻസ് ടു ലുക്ക് ഔട്ട് ഫോർ ബ്രസ്റ്റ് ക്യാൻസർ. അതായത് ഇതിപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ്റെ ഇമ്പോർട്ടൻസ് അത് നന്നായിട്ട് നോക്കണ്ടേ. ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ്റെ ഇമ്പോർട്ടൻസ് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ അടുത്ത 5 വാർണിംഗ് സൈൻസ് ടു ലുക്ക് ഔട്ട് ഫോർ, അത് ഞാൻ ജസ്റ്റ് വായിക്കാം. അതിലൊന്ന് കളർ ചേഞ്ച് ഓഫ് ദ സ്കിൻ ഓഫ് ദ ബ്രസ്റ്റ്, പിന്നെ ലംബ് ഇൻ ദ ബ്രസ്റ്റ് ഓർ ആംപിറ്റ്, എ ചേഞ്ച് ഇൻ ദ സ്കിൻ അറൌണ്ട് ദ നിപ്പിൾ ഓർ നിപ്പിൾ ഡിസ്ചാർജ്, dimpling of the nipple or nipple retraction, പിന്നെ an unusual increase in the size of one breast unusual. അടുത്ത 6th one breast unusually lower than the other, nipples at different levels. 7th an enlargement of the glands. 8th an unusual swelling in the armpits. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യുക. അതേപോലെ തന്നെ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എങ്ങനെ ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. ഇനി അടുത്തത് വാട്ട് യു നീഡ് ടു നോ അബൌട്ട് ന്യൂ ബോൺ ബ്ലഡ് സ്പോട്ട് സ്ക്രീനിങ്, ഹിൽ പ്രിക് ടെസ്റ്റ്. ഇത്
കുഞ്ഞൂസിന് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ചെയ്തായിരുന്നു. ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മെറ്റബോളിക് ഡിസോർഡേഴ്സ് കണ്ടുപിടിക്കാനുള്ളൊരു ടെസ്റ്റാണ്. ഇതിൻ്റെ അകത്തിൽ ഇൻ അയർലൻഡ് ഓൾ ബേബീസ് ആർ നൗ സ്ക്രീൻഡ് ഫോർ സിസ്റ്റിക് ഫൈബ്രോസിസ്, കൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസം, ഫീനൈൽ കീറ്റോയൂറിയ, മേപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസ്, ഹോമോസിസ്റ്റിന്യൂറിയ, ക്ലാസിക്കൽ ഗാലക്ടോസീമിയ, ഗ്ലൂട്ടാറിക് അസിഡൂറിക് ടൈപ്പ് 1, മീഡിയം ചെയിൻ അസൈൽ കോയെ ഡീഹൈഡ്രോജനേസ് ഡെഫിഷ്യൻസി. എന്തൊക്കെയാണോ കുറേ ഡിസീസിൻ്റെ പേര്. ഇത്രയും കാര്യങ്ങൾ ഈ ഹീൽ പ്രിക് ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാനാണ് അവർ പറയുന്നത്. പിന്നെ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്, അത് പോസിറ്റീവ് ആയാലും എന്താണ് ചെയ്യുന്നത്, നെഗറ്റീവ് ആയാലും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഹീൽ പ്രിക്കിൻ്റെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം ഹീൽ പ്രിക് ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇൻ ദ ഫസ്റ്റ് വീക്ക് ആഫ്റ്റർ യുവർ ബേബി ഈസ് ബോൺ യു വിൽ ബി ഓഫേർഡ് newborn blood spot screening for your baby. This is often called the heel prick. Newborn blood spot screening is an essential part of newborn care. It helps identify babies who may be at high risk of having a rare but serious conditions. Most babies who are screened will not have any of these conditions, but of the small number of babies who do, the benefits of screening are enormous. ഇപ്പോൾ അവർ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് നമ്മളെയും കൊണ്ട് ഒരു കൺസെൻറ്റ് സൈൻ ചെയ്യിക്കും, മദറിനെയും കൊണ്ട് കൺസെൻറ്റ് സൈൻ ചെയ്യിപ്പിച്ചിട്ട് പീഡിയാട്രീഷ്യൻ വന്നിട്ട് ബേബിനെ കളക്ട് ചെയ്ത് പോയി അത് ഹീലിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ട്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പറിൻ്റെ കുറേ ഇൻഫർമേഷൻ ഉള്ള ഒരു പേപ്പർ. അപ്പം അതിൻ്റെ ഒരു സൈഡ് ഒരു 4-5 കോളം പോലുണ്ട്. അപ്പോൾ ആ ഓരോ കോളത്തിൽ നിന്നും കൊച്ചിൻ്റെ കാലിൻ്റെ ഹീലിൽ പ്രിക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന ബ്ലഡ് ഇങ്ങനെ വെക്കും. അപ്പോഴത്തേന് ആ കോളം ഫുൾ ഇങ്ങനെ ബ്ലഡ് സ്പ്രെഡ് ആവുന്നുണ്ട്. എനിക്കൊന്ന് ഒരു ഡ്രോപ്പ് ഇടുമ്പോഴേ അത് ഫുൾ ഇങ്ങനെ ബ്ലഡ് സ്പ്രെഡ്. അങ്ങനെ 4-5 കോളത്തിൽ ഇത് ബ്ലഡ് ഫുൾ എടുത്തിട്ട് ഇത് ടെസ്റ്റിന് അയക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞ ഇത്രയും ഡിസീസ് കണ്ടീഷൻസ് അവർ ചെക്ക് ചെയ്യുന്നുണ്ടോ ഉണ്ടോ ഇല്ലയോ എന്നാണ് അത് മെയിനായിട്ട് നോക്കുന്നത്. ഇവളുടെ എനിക്ക് സ്പെഷ്യലി കോളൊന്നും വന്നില്ല. അവർ പറഞ്ഞ എന്തെങ്കിലും അബ്നോർമാലിറ്റീസോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കോൾ ചെയ്യും, ഇല്ലെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് നോർമലാണെന്ന് വിചാരിക്കാൻ വന്നു. അപ്പോൾ ഇതുവരെ ഇവർക്ക് കോളൊന്നും വന്നില്ല, എല്ലാം നോർമലായിരുന്നു. പിന്നെ അടുത്ത വേറൊരു ലീഫ്ലെറ്റ് തന്നേക്കുന്ന ഇത് കണ്ടോ, സേഫ് സ്ലീപ്പ് ഫോർ യുവർ ബേബി റെഡ്യൂസ് ദ റിസ്ക് ഓഫ് കോട്ട് ഡെത്ത്. അത് നിങ്ങൾ ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ഈ കിടക്കുന്നത്. ഇതിൽ കുറേ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കോട്ട് ഡെത്ത്. വാട്ട് ഈസ് കോട്ട് ഡെത്ത്? കോട്ട് ഡെത്ത് ഈസ് അനദർ നെയിം ഓഫ് സഡൻ ഇൻഫന്റ് ഡെത്ത് സിൻഡ്രോം. ഇറ്റ് ഈസ് ദ സഡൻ ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഡെത്ത് ഓഫ് a seemingly healthy baby during sleep. No cause of death can be found even after postmortem examination. അതുകൊണ്ട് അവർ പറയുന്ന കോട്ട് ഡെത്ത് ഡസ് നോട്ട് ഓൺലി ഹാപ്പൻ ഇൻ കോട്ട്, ഇറ്റ് മേ ഹാപ്പൻ ഇൻ എ പ്രാം, ബെഡ്, കാർ സീറ്റ് ഓർ എനിവെയർ എ ബേബി ഈസ് റെസ്റ്റിംഗ്. A seemingly healthy baby is put down to sleep and when next checked they are found dead. There has been no sound or sign of a struggle. Because we do not know what caused cot death, we cannot completely prevent it, but research has shown that you can take steps to reduce the risk of cot death. If you follow the advice in this booklet, you will help reduce your baby's risk as much as possible. അതിൽ എന്തൊക്കെയാണ് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞ് ഉറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ കൊച്ചിനെ ബാക്ക് ടു സ്ലീപ്പ് കോട്ടിൽ കിടത്തുക. ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ അതേ അവരൊരു ഗ്രീൻ ടിക്ക് ഇട്ടേക്കുന്നുണ്ട്. ഇൻഫർമേഷൻസുമാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. കൊച്ചിനെ കോട്ടിൽ കിടത്തുമ്പം കൈയെടുത്ത് മുകളിൽ വെക്കണം, കുറച്ച് കാര്യങ്ങൾ. അതേപോലെ തന്നെ സ്മോക്ക് ഫ്രീ സോൺ ഫോർ യുവർ ബേബി, ഇതൊക്കെ നമ്മൾ എങ്ങനെ അവോയ്ഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കേട്ടോ. പിന്നെ അടുത്ത് ദ സേഫസ്റ്റ് പ്ലേസ് ഫോർ യുവർ ബേബി ടു സ്ലീപ്പ് അറ്റ് നൈറ്റ് ഈസ് ഇൻ എ കോട്ട് ഇൻ യുവർ റൂം. അതേപോലെ തന്നെ ഫീറ്റ് ടു ഫുട്ട് എങ്ങനെ നമ്മൾ കവർ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടോ. അതേപോലെ തന്നെ ഡു നോട്ട് ലെറ്റ് യുവർ ബേബി ഗെറ്റ് ടു ഹോട്ട്, എത്രമാത്രം നമ്മൾ ടെമ്പറേച്ചറാണ് റൂമിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അതിൻ്റെ ഡീറ്റെയിൽസ്, ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ കാര്യങ്ങൾ, നമ്മൾ എങ്ങനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണമെന്നുള്ളത്. കുഞ്ഞൂസ് ബാക്ക്ഗ്രൗണ്ടിൽ കരച്ചിൽ തുടങ്ങി, ഇതുവരെ ഉറങ്ങുമായിരുന്നു. ജസ്റ്റ് ഇപ്പം പോയിട്ട് വരാമോ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കണ്ടറിയാം ഒരു ടമ്മി ടൈം എന്ന് പറഞ്ഞാൽ, അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയില്ലായിരുന്നു. ടമ്മി ടൈം എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടമ്മി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ച് നല്ലതായിട്ട് എവേക്ക് ആയിരിക്കുമ്പം നല്ല ക്വയറ്റ് ആയിട്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ ടമ്മി ഫ്ലോറിനോട് ചേർന്ന് കുറച്ച് നേരം നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്യണം ടൈം. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
When your baby is awake, let them spend some time on their tummy and sitting up while you supervise. നമ്മൾ എപ്പോഴും സൂപ്പർവൈസ് ചെയ്യണം, ഒരിക്കലും ഒറ്റയ്ക്കിട്ടിട്ട് നമ്മൾ പോകരുത്. Tummy time helps your baby to exercise and strengthen muscles in their neck, arms and shoulders. It also helps their brain development and it stops the back of their head getting flat. If your baby falls asleep when on their tummy, be sure to place them on their back. അതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലി ഷോൾഡർ നെക്ക് മസിൽസിന് ഭയങ്കര നല്ല സ്ട്രെങ്ത് കിട്ടും. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, കുറേ കാര്യങ്ങൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അവർ പറയുന്നുണ്ട്. മെയിനായിട്ട് അവർ പറയുന്നത് ഇറ്റ് ഈസ് recommended for babies to have tummy time about 3 times per day for 3 to 5 minutes and slowly build up to longer section. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, അവർ കംപ്ലീറ്റ്ലി അവേക്ക് ആയിരിക്കണം, ഒരിക്കലും അവരെ ഒറ്റയ്ക്കിട്ടിട്ട് നമ്മൾ പോകരുത്, ഫ്ലാറ്റ് സർഫസ് ആയിരിക്കണം. പിന്നെ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ബിഗിൻ ടമ്മി ടൈം ഫ്രം ബർത്ത് മുതൽ തന്നെ നമുക്ക് ടമ്മി ടൈം സ്റ്റാർട്ട് ചെയ്യാം. അത് എല്ലാ ബേബീസിനല്ല കേട്ടോ, ചില റെക്കമെൻഡഡ് ആയിട്ടുള്ള ബേബീസിന് മാത്രമേ ചെയ്യുള്ളൂ. ചില ബേബീസിനൊക്കെ ഇപ്പം ഓരോ ഡിസീസ് കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ടമ്മി ടൈം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ GPയോടോ മിഡ് വൈഫിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും കുഴപ്പമില്ലാത്ത ബേബീസ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് ടമ്മി ടൈമിൻ്റെ ഇമ്പോർട്ടൻസും എല്ലാം. ഇത് അറിയാത്തവർക്ക് ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി ഞാൻ പറയുന്നതാണ് കേട്ടോ. എനിക്കിത് ഒരു പുതിയ അറിവായിരുന്നു. ഇന്നേ വരെ എനിക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസോ ടമ്മി ടൈം എന്താണെന്നോ അറിയില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ കുറേ വീഡിയോസ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ കുറേ പേര് ഇട്ടേക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുഞ്ഞൂസിനെ ഇടയ്ക്ക് ടമ്മി ടൈം കൊടുക്കാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് ബേബിയുടെ സേഫ് സ്ലീപ്പിൻ്റെ ഡീറ്റെയിൽസ്. ഇനി അടുത്ത ചൈൽഡ്ഹുഡ് ഹിയറിംഗ് ചെക്ക് ലിസ്റ്റ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. വാട്ട് ഷുഡ് മൈ ചൈൽഡ് ബി ഏബിൾ ടു ഡു ബർത്ത് ടു 1 year. അതേപോലെ ഹിയറിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ടോക്കിംഗ്, അത് ബർത്ത് ടു 3 month എങ്ങനെ ആയിരിക്കും, അങ്ങനെ ഓരോ മന്തിലും ഉള്ള ഡീറ്റെയിൽസിനെ കുറിച്ചാണ് പറയുന്നത്. ഉണ്ട് ഇവളുടെ ഹിയറിംഗ് ടെസ്റ്റ് ഹോസ്പിറ്റലിൽ വെച്ച് ഡിസ്ചാർജിൻ്റെ ഡേ വന്ന് പീഡിയാട്രീഷ്യൻ ചെയ്യും. അതിനൊരു സൈലൻറ്റ് അറ്റ്മോസ്ഫിയറാണ് ശരിക്കും വേണ്ടത്. ഇപ്പം ബേബീസ് ഭയങ്കര കരച്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹിയറിംഗ് ടെസ്റ്റ് പാസ്സാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇവർ കിടന്നുറങ്ങുന്ന സമയം ഒരു മെഷീൻ പോലെ ഉണ്ട്, അതിൻ്റെ അറ്റം ഒരു ഇച്ചിരി ഇങ്ങനെ കൂർത്തിരിക്കും. അത് കൊണ്ടുവന്നിട്ട് ജസ്റ്റ് അവരുടെ ഇവിടെയായിട്ട് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഈ നോയ്സ് അകത്തേക്ക് വിടുമ്പോൾ അതിൻ്റെ തിരിച്ചുള്ള ആ ഒരു സൗണ്ടിൻ്റെ ഫ്രീക്വൻസി വരുന്ന അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ആ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് എനിക്കറിയില്ല. അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു ചെവിയിലും വെച്ച് അത് മെഷീനിൽ കാണിക്കും പാസ്ഡ് ആയെങ്കിൽ, അതേപോലെ തന്നെ ഇപ്പുറത്തെ ചെവിയിലും വെക്കും. അപ്പോൾ അത് പാസ് ആയില്ലെങ്കിൽ അവർ പറയും ഇത്ര വീക്ക് കഴിയുമ്പോൾ വീണ്ടും വന്നിട്ട് നിങ്ങൾ ഹിയറിംഗ് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ചില പിള്ളേരെയൊക്കെ ഇപ്പം വാക്സ് ഒക്കെ കൂടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് എന്നൊക്കെ പറയാം. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് അവർ പറയുന്നത്. ഇവളുടെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ചെക്ക് ചെയ്ത് 2 ഇയറും പാസ്സായിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് ഹിയറിംഗ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ഇയർ ഫ്രീ HPV സർവിക്കൽ സ്ക്രീനിങ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ഹോസ്പിറ്റലിൽ പ്രഗ്നൻസിക്ക് ചെന്നപ്പോൾ അവരെന്നോട് ചോദിച്ചായിരുന്നു സർവിക്കൽ സ്ക്രീനിങ് ചെയ്തിട്ടുണ്ടോ. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നോർമലി 16 years ഏജ് കഴിയുമ്പോഴത്തേന് എല്ലാ പിള്ളേർക്കും അവർ ചെയ്യുമെന്നാണ് എന്നോട് അവിടുത്തെ പറഞ്ഞത്. ഇത് ഫ്രീ ആയിട്ടുള്ള സർവിക്കൽ ടെസ്റ്റാണ്, നമുക്ക് GPയുടെ അടുത്ത് പോയി ചെയ്യാം. അപ്പോൾ എനിക്ക് ഓൾറെഡി പ്രഗ്നൻസിയിൽ അതിന് മുന്നേ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ പ്രഗ്നൻ്റ് അവർ പറഞ്ഞു ഡെലിവറി കഴിഞ്ഞിട്ട് 2 month കഴിയുമ്പോഴത്തേന് പോയി ചെക്ക് ചെയ്യണം. അങ്ങനെ എനിക്ക് 2 month കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തു. അതിന് മുന്നേ നമ്മൾ ഓൺലൈൻ ഇത് രജിസ്റ്റർ ചെയ്യണം. സർവിക്കൽ സ്ക്രീനിങ് ചെക്ക് എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ കയറിയിട്ട് നമ്മളുടെ ഡീറ്റെയിൽസും BPS നമ്പറും കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ GPനെ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുക്കുക. ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്തു. എന്നിട്ട് ചെന്നിട്ട് അവിടുത്തെ ഒരു നഴ്സാണ് സർവിക്കൽ സ്ക്രീനിങ് ചെയ്യുന്നത്. അവർ സ്റ്റെറൈലായിട്ടൊരു നമ്മുടെ സ്പെക്കുലം സർവിക്സിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അവിടെ നിന്നൊരു വേറൊരു സ്വാബ് ഇങ്ങനെ ജസ്റ്റ് സ്വാബ് ചെയ്തെടുത്തിട്ട് അത് ടെസ്റ്റിന് അയക്കും. ഈ സർവിക്കൽ സ്ക്രീനിങ്ങിൻ്റെ അത് പറയുന്നുണ്ട്, ഹൗ ഓഫൻ ഷുഡ് ഐ ഹാവ് സർവിക്കൽ സ്ക്രീനിങ്? ഇഫ് യു ആർ ഏജ്ഡ് 25 to 29 you will usually have a cervical screening test every 3 years. പിന്നെ if you are aged 30 to 65 you will usually have a cervical screening test every 5 years. അപ്പം ഇതിൻ്റെ റിസൾട്ടും
നമ്മൾ GPയുടെ അടുത്ത് പോയി ചെയ്തിട്ട് അവിടെ ഒരു നേഴ്സാണ് നമ്മൾ സെർവിക്കൽ സ്മിയർ കളക്ട് ചെയ്യുന്നത്. അതും ഇവർ പറഞ്ഞ് 7 days എടുക്കും റിസൾട്ട് വരാൻ. എന്തെങ്കിലും അബ്നോർമാലിറ്റീസോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ അവർ കോൾ ചെയ്യും, GP കോൾ ചെയ്യും, അല്ലെങ്കിൽ ഇവിടുന്ന് HSCന്ന് കോൾ ചെയ്യും. പിന്നെ നമുക്കൊരു 1-2 week കഴിഞ്ഞപ്പോൾ ഒരു ലെറ്റർ പോലെ വന്നായിരുന്നു, ഇതുപോലെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൂടെ ചേർത്തിട്ട്. അപ്പം നോർമലാണ് എൻ്റെ റിസൾട്ട്. ഇതുവരെ എനിക്ക് GPയുടെ അടുത്തൊന്നും കോളോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ശരിക്കും ഈ ലീഫ്ലെറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഇത് ഏർലി നമുക്ക് എങ്ങനെ സെർവിക്കൽ ക്യാൻസറും അതേപോലെ തന്നെ അങ്ങനെ ക്യാൻസറായിട്ടുള്ള എന്തെങ്കിലും സെൽസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ളതിൻ്റെ കാര്യങ്ങളാണ് ഇതിനകത്തിൽ പറയുന്നത്. അതുകൊണ്ട് സെർവിക്കൽ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ അയർലൻഡിൽ ചെയ്യാം. അത് ഫ്രീ ടെസ്റ്റാണ്. ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുക, GPനെ കോൺടാക്ട് ചെയ്ത് അപ്പോയിൻമെൻറ്റ് എടുക്കുക. നിങ്ങൾ പോയി ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം. അപ്പം ഇതും എന്നെ സംബന്ധിച്ച് എനിക്ക് പുതിയൊരു അറിവാണ്. ഇത് പലർക്കും അറിയാത്തവരുണ്ടായിരിക്കും. ഞാനപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് പെയിൻഫുള്ളാണ് അതിൻ്റെ എക്സാമിനേഷൻ കുറച്ച് പെയിൻഫുള്ളാണ്. കാരണം സെർവിക്സ് സ്പെക്കുലം വെച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ട് ആണ് ചെയ്യുന്നത്. പിന്നെ വേറെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു വലിയൊരു ബുക്കാണ് കേട്ടോ. മൈ ചൈൽഡ് 0 to 2 year എക്സ്പേർട്ട് അഡ്വൈസ് ഫോർ എവറി സ്റ്റെപ്പ്. ഇതിനകത്തിൽ കുറേ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 2 year ആയിട്ടുള്ള ബേബീസിൻ്റെ കാര്യങ്ങളാണ്. അതായത് ഇതുണ്ടോ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് ചെക്സ് ഫോർ യുവർ ചൈൽഡ്, ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ് ആസ് എ പേരൻറ്റ്, ഫീഡിങ് യുവർ ബേബി, സ്ലീപ്പിംഗ്, ക്രൈയിങ്, കെയറിങ് ഫോർ യുവർ ചൈൽഡ്, വെൻ യുവർ ചൈൽഡ് ഈസ് സിക്ക്, യുവർ ചൈൽഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, യുവർ ബേബീസ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ വേൾഡ്, പ്ലേയിങ് ആൻഡ് ലേണിംഗ്, കീപ്പിംഗ് യുവർ ചൈൽഡ് സേഫ്, ഗോയിങ് ബാക്ക് ടു വർക്ക്. ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽസും അതായത് ഓരോ ഏജിലുണ്ടാകുന്ന ചൈൽഡിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്സ് എങ്ങനെയായിരിക്കും, അവരുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ വേൾഡ് എങ്ങനെയായിരിക്കും, അതിൻ്റെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. ഇത് വായിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഇടയ്ക്ക് ടൈം കിട്ടുമ്പോൾ ഇത് വായിക്കും. ഇതുണ്ട് മദറിന് ന്യൂട്രീഷൻ വേണ്ട കാര്യങ്ങൾ, ഫുഡിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ ട്വിൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ കെയർ ചെയ്യണം, പിന്നെ അതേപോലെ ഇതുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പോസ്റ്റ്നൈറ്റ് ഡിപ്രഷൻ അതെങ്ങനെ നമ്മൾ അവോയ്ഡ് ചെയ്യണം, അതിൻ്റെ സിംറ്റംസും സൈൻസും എന്തൊക്കെയാണ്, നമ്മൾ GPനെ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ, അങ്ങനെ ബേബിനെ ഫീഡ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട്. ബ്രസ്റ്റ് മിൽക്കിൻ്റെ കാര്യങ്ങൾ, അത് സ്റ്റോറേജ്, ഫോർമുല ഫീഡ്, പ്രിപ്പയർ ചെയ്യുന്നത്, സ്റ്റെറിലൈസേഷൻ, പിന്നെ വീനിങ് 6 മാസം കഴിഞ്ഞ് നമ്മൾ പുതിയ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽസ്, എന്തൊക്കെ ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്, കൊടുക്കാൻ പറ്റാത്തത്, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. ഉണ്ട് ഇഷ്ടം പോലെ നിങ്ങൾക്ക് നോക്കി അറിയാം. ഫുള്ളൊരു വലിയൊരു ബുക്കാണ്. ഇതിൽ വായിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും. ഇത് എനിക്ക് നല്ലൊരു ബുക്കല്ലേ വിഷു? ഇതുപോലെ നമുക്ക് പ്രഗ്നൻസിയിലും കിട്ടിയായിരുന്നു ഒരു ബുക്ക്, ഫുൾ പ്രഗ്നൻസി. അതിൽ ഫീറ്റസിൻ്റെ ഗ്രോത്ത് ഇത്ര വീക്ക് മുതൽ ഇത്ര വീക്ക് വരെ, അതിൻ്റെ അകത്തിൽ ആ ഓരോ വീക്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, ഫുഡിൻ്റെ കാര്യങ്ങൾ എല്ലാം, ഒത്തിരി ഇൻഫർമേഷൻ, ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കായിരുന്നു കേട്ടോ. ഇതിവിടുത്തെ ഇത് നമുക്ക് പബ്ലിക് ഹെൽത്ത് നേഴ്സ്, അതായത് കുഞ്ഞൂസിനെ കൊണ്ട് ഡിസ്ചാർജ് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഒരാഴ്ച കഴിഞ്ഞ് പബ്ലിക് ഹെൽത്ത് നേഴ്സ് വീട്ടിൽ വരും. അവർ വന്നിട്ട് വെയിറ്റ്, ഹൈറ്റ്, ഹെഡ് സർക്കംഫറൻസ് എല്ലാം ചെക്ക് ചെയ്യും. പിന്നെ എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ നമുക്ക് പബ്ലിക് ഹെൽത്ത് നേഴ്സിനോട് വരാം. അവർ പിന്നെ എവറി 1 week വെച്ചിട്ട് 2 months വരെ വരുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് 6th week GPയുടെ അടുത്തൊരു ചെക്കപ്പ് ഉണ്ടായിരുന്നു. അവൾക്ക് 2 months കഴിഞ്ഞപ്പോൾ വാക്സിനേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ്. അപ്പം ഒരു ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇൻഫർമേഷൻ, ലീഫ്ലെറ്റ്സും എല്ലാ കാര്യങ്ങളും ബേബീനെയും മദറിനെയും റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ആഫ്റ്റർ ഡെലിവറി, ഇപ്പം ഫോർ എക്സാമ്പിൾ ബേബിയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഇങ്ങനെ കോഡ് ഡെത്ത് നമുക്ക് അവോയ്ഡ് ചെയ്യാം, പിന്നെ വാക്സിനേഷൻ്റെ കാര്യങ്ങൾ, പിന്നെ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ്, പിന്നെ അംബിലിക്കൽ കോഡ് കെയർ നമുക്ക് എന്തെല്ലാം ചെയ്യാം, ബേബിയുടെ ഫീഡിങ്ങിൻ്റെ കാര്യങ്ങൾ, സ്റ്റെറിലൈസേഷൻ, അത് കുറേ ഇൻഫർമേഷനാണ് ബേബി റിലേറ്റഡ്. മദറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ, എങ്ങനെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സിംറ്റംസ് നമ്മൾ അസസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് അതിനെ അവോയ്ഡ് ചെയ്യാം. അതേപോലെ തന്നെ സർവിക്കൽ സ്ക്രീനിങ് ടെസ്റ്റ്, സർവിക്കൽ ക്യാൻസർ അവോയ്ഡ് ചെയ്യാനുള്ള സർവിക്കൽ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ
കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്, പിന്നെ ഇമോഷണൽ വെൽബീങ് ഓഫ് ദ മദർ, അതായത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻസിൻ്റെ സിംറ്റംസ് സൈൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാതെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. പിന്നെ ബർത്ത് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ കുഞ്ഞിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് ഇത് നമ്മൾ പറഞ്ഞ മൈ ചൈൽഡ് 0 to 2 years എന്നുള്ള എല്ലാ ഇൻഫർമേഷനും കാര്യങ്ങളോടുള്ള കൊച്ചിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, അങ്ങനെ ഓരോ ഇൻഫർമേഷൻസും. അതിൽ ചില കാര്യങ്ങൾ ഞാൻ കറക്റ്റ് നിങ്ങളെ ലീഫ്ലെറ്റ് കാണിച്ചിട്ടുണ്ട്. അത് ഒരുപാട് ഡീറ്റെയിൽസ് ഉള്ളതുകൊണ്ട് എനിക്കിങ്ങനെ കണ്ടിന്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലോങ് വീഡിയോ ആയിപ്പോൾ. അപ്പോൾ അത് നിങ്ങൾക്ക് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലീഫ്ലെറ്റ് നിങ്ങൾക്ക് സൂം ചെയ്തിട്ട് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് വായിച്ച് നോക്കാം. ഇത്രയും ഈ പറഞ്ഞ ചെറിയ ആ ലീഫ്ലെറ്റ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് നേഴ്സാണ് തരുന്നത്. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവര് നമ്മളോട് ഓൾറെഡി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും ഈ ഡീറ്റെയിൽസ് എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്തിട്ട് സർവിക്കൽ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തു. പിന്നെ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ നമ്മളത് പണ്ട് മുതലേ ചെയ്യുന്നതാണ്, എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി. പിന്നെ കുഞ്ഞിൻ്റെ കാര്യമാണെങ്കിലും വാക്സിനേഷനും ഫീഡിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു ഇൻഫർമേഷൻ്റെ രീതിയിലാണ് ഈ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അംബലിക്കൽ കോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവളുടെ ഏകദേശം 2 weeks കഴിഞ്ഞപ്പോഴത്തേന് തന്നെ അത് ഡ്രൈ ആയിട്ട് ഫോളോ ഓഫ് ആയി. പിന്നെ സ്പെഷ്യൽ കെയർ ഒന്നും ഞങ്ങൾ കൊടുത്തില്ല, നന്നായിട്ട് എപ്പോഴും അവിടെ നല്ല ഡ്രൈ ആക്കി വെക്കുമായിരുന്നു. കുളിപ്പിക്കാൻ നേരം ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് നല്ലതായിട്ട് ഡ്രൈ ആയിട്ട് വെക്കും. ഒരു ക്രീമോ ഒരു പൗഡറോ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. നന്നായിട്ട് അത് ഹീലായിപ്പം ഇപ്പം അത് ഉള്ളിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പം ഇത്രയും കാര്യങ്ങൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻഫർമേഷനെ കുറിച്ചുള്ള ലീഫ്ലെറ്റ്സ് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നുകൊണ്ട് ഓക്കെ ഇത് അപ്പം ഇത്രയും കാര്യങ്ങൾ തന്നുകൊണ്ട് നമ്മൾ ഗൂഗിളിലാണെങ്കിലും ഇതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻസ് നമ്മൾ നോക്കി ഇപ്പം നോക്കാൻ നമുക്ക് പറ്റും. പിന്നെന്താ ഞാൻ പറഞ്ഞല്ലോ സർവിക്കൽ. പിന്നെ ഈ ലീഫ്ലെറ്റ് എല്ലാം നീ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവിടെ നിന്നല്ലേ തരുന്നത്? പിന്നെ ലീഫ്ലെറ്റ്സ് ഫുള്ള് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് നഴ്സ് തരും. പിന്നെ പബ്ലിക് ഹെൽത്ത് നഴ്സ് തരുന്നതാണ് ഈ ഒരു ബുക്ക്ലെറ്റ്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ചില ലീഫ്ലെറ്റിന്റെ സെയിം തന്നെ നമുക്ക് തരുന്നുണ്ട്. അത് വീണ്ടും ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് പബ്ലിക് ഹെൽത്ത് നഴ്സ് ഇത് കൂടാണ്ട് ഈ ഒരു ബുക്ക് കൂടാണ്ട് കൊച്ചിന് വേണ്ടി മൈ പേഴ്സണൽ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ബുക്ക് തരും. അതിലും ഈ സെയിം തന്നെ ഓരോ ബർത്ത് മുതൽ അപ് ടു 2 year വരെയുള്ള ഡീറ്റെയിൽസ് ആണ് എല്ലാം കൊടുക്കുന്നത്. അതിൽ നമുക്ക് ഹാൻഡ് റിട്ടൺ വെയിറ്റ് ഓരോ വീക്കിൽ വന്ന് ചെക്ക് ചെയ്ത് വെയിറ്റ്, ഹൈറ്റ്, ഹെഡ് സർക്കംഫറൻസ്, പിന്നെ വാക്സിനേഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ നമുക്ക് ടിക്ക് ചെയ്ത് നമുക്ക് എഴുതുക. അതാണ് നമ്മൾ GPയുടെ അടുത്ത് പോകുമ്പോൾ പബ്ലിക് ഹെൽത്ത് നഴ്സിൻ്റെ അടുത്ത് പോകുമ്പോഴൊക്കെ ആ മൈ പേഴ്സണൽ റെക്കോർഡ് എന്ന് പറഞ്ഞ ആ ഒരു ബുക്ക്ലെറ്റുമായിട്ട് വേണം നമുക്ക് അവിടെ പോകാൻ. അതിലെല്ലാ ഇൻഫർമേഷൻസ് എഴുതിയിട്ടുള്ളതുകൊണ്ട് അവർക്ക് ഈസി ആയിരിക്കും കൊച്ചിൻ്റെ ഡീറ്റെയിൽസ് വേഗം അറിയാൻ വേണ്ടി. അപ്പോൾ ഫ്രണ്ട്സ്, എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നായിരിക്കും, പേരൻസ് ഒന്നുമില്ലാതെ നമ്മൾ എങ്ങനെയാണ് കുഞ്ഞിനെ കുറിച്ചുള്ള ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കുന്നതെന്നൊക്കെ. ഇപ്പം നമ്മളൊക്കെ ഓഫ്കോഴ്സ് നമുക്കൊക്കെ വായിക്കാനും എല്ലാം മനസ്സിലാക്കാനും കഴിവുള്ള ആൾക്കാരാണ്. പിന്നെ ഇവിടെ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്ത് നമ്മൾ കൊണ്ടുവരുമ്പം ഇവർ നമുക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള ലീഫ്ലെറ്റുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് തരും. പിന്നെ നമ്മളത് വായിച്ച് മനസ്സിലാക്കി അതുപോലെ ചെയ്താൽ മാത്രം മതി. എന്ന് വെച്ചാൽ നമ്മളെ ഇവർ എഡ്യൂക്കേറ്റ് ചെയ്യും, ഇവരുടെ കറക്റ്റ് കാര്യങ്ങൾ ഇനി എങ്ങനെയാണെന്നുള്ളത്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ഈ നമുക്ക് പബ്ലിക് ഹെൽത്ത് നഴ്സിനെയോ അല്ലെങ്കിൽ GPയോ നമുക്ക് ആക്സസ് ചെയ്യാൻ ഈസിയാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. അല്ലാതെ നമ്മൾ വേറെ ആരെയും ഇതിനെക്കുറിച്ച് തിരക്കേണ്ട ആവശ്യമോ ഒന്നും വരുന്നില്ല. അപ്പം അങ്ങനെയാണ് ഇവിടെ എല്ലാവരെയും എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാനും ഇവളും ഞങ്ങളുടെ കേസിൽ ഇതൊക്കെ തന്നു. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ പല സ്ത്രീകളും സിംഗിൾ മദേഴ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അവർക്ക് ഒരു പാർട്ട്ണറോ ഒരു ലീഗൽ പാർട്ട്ണറോ ഒന്നും കാണത്തില്ല. അപ്പോൾ അവർ ശരിക്കും അവരുടെ ബേബിയെ ഒറ്റയ്ക്കാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് പോലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എല്ലാ ഇൻഫർമേഷനും എല്ലാ കാര്യങ്ങളും ഇവർ ലീഫ്ലെറ്റ് ആയിട്ടും ബുക്കായിട്ടും എല്ലാം കൊടുത്ത് ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യും. ഇതിപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പം കുറേ ലീഫ്ലെറ്റുകൾ തന്നു. അതുപോലെ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഇവിടെ വിസിറ്റ് ചെയ്യുമ്പം അവരുടെ സൈഡിൽ നിന്ന് നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യാനും ലീഫ്ലെറ്റ് തരാനും ബുക്കും കാര്യങ്ങളും എല്ലാം അവരുടെ സൈഡിൽ നിന്നും അവർ നമുക്ക് തരും. ഇതിപ്പം എല്ലാവർക്കും അറിയാം, ഇത് നമ്മൾ അയർലൻഡിൽ നിൽക്കുന്നതുകൊണ്ട് അയർലൻഡിന്റെ ഒരു സിസ്റ്റമാണ് ഇത്. ശരിക്കും അവരിങ്ങനെ നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്, ഈച്ച് ആൻഡ് എവറിത്തിങ് അവർ നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യും, കുഞ്ഞിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വായിച്ച് നോക്കി അതിനെക്കുറിച്ചുള്ള അതുപോലെ നമ്മൾ
കുഞ്ഞിനെ കെയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. അപ്പം ലച്ചു ഓൾറെഡി ഈ എന്തുവാ ഒരു മെറ്റേണിറ്റി നേഴ്സ് ആയതുകൊണ്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് ലച്ചുവിന് ഭയങ്കര പെട്ടെന്ന് തന്നെ ഇത് മനസ്സിലാവും. പല കാര്യങ്ങളും വായിച്ച് നോക്കുമ്പോൾ തന്നെ അതിൽ ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എൻ്റെ കേസിൽ ശരിക്കും അവർക്ക് നല്ല നോളജ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു പ്രോബ്ലം എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കൺട്രിയിൽ വന്ന് നിൽക്കുമ്പം അവരുടെ സിസ്റ്റം മാത്രമേ നമ്മൾ ഫോളോ ചെയ്യാവൂ. നമ്മൾ ഒരിക്കലും നാട്ടിലെ ഒരു അഡ്വൈസ് എടുത്തിട്ട് ഇവിടെ ഇതിൻ്റെ കൂട്ടത്തിൽ എന്ന് വെച്ചാൽ കുഞ്ഞിന് കൊടുക്കുന്ന കെയറിൻ്റെ കൂട്ടത്തിൽ നാട്ടിലെ കാര്യങ്ങൾ മിക്സ് ചെയ്യാൻ പാടില്ല. അത് എൻ്റെ ഒരു കാര്യം കേട്ടോ, എൻ്റെ സെൽഫായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നവർ കാണുമായിരിക്കും, പക്ഷേ ഞാൻ ഒരിക്കലും അതിനെ ഇത് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവന്ന് നമ്മളിവിടെ കഴിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ശരിക്കും ഒരുപാട് വ്യത്യാസമുണ്ട്. നാട്ടിലെ ക്ലൈമറ്റ് അല്ല ഇവിടുത്തെ ക്ലൈമറ്റ് അല്ല നാട്. അപ്പോൾ അങ്ങനെ നമുക്കൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ മാക്സിമം ഇവിടുത്തെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് പോവുക. കുഞ്ഞൂസ് അവിടെ ഉണർന്നു. അപ്പോൾ കുഞ്ഞൂസ് അവിടെ കിടന്ന് ഉണർന്ന് കരഞ്ഞു തുടങ്ങി. അപ്പം ഞങ്ങൾ വീണ്ടും ഒന്ന് കട്ട് ചെയ്യാണ്, എന്നിട്ട് വീണ്ടും ഞങ്ങൾ പിന്നെ വീഡിയോ എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, കുഞ്ഞൂസ് കരഞ്ഞിട്ട് നമ്മൾ ഇതായി എടുത്ത് ഇപ്പം ഞാൻ എൻ്റെ മടി വെച്ചേക്കുക. അപ്പം ഇപ്പം അത്യാവശ്യം നൂന്നിരിക്കാറൊക്കെ ആയി കേട്ടോ, നന്നായിട്ട്. അപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. കുഞ്ഞൂസേ തിരിച്ചു കാണിച്ച്, കുഞ്ഞൂസ് ഒന്ന് തിരിച്ചു കാണിച്ച്. കുഞ്ഞൂസിന് ഉറക്കം മാറിയില്ലേ? ഉറക്കത്തിന്ന് എഴുന്നേറ്റ് കരഞ്ഞത്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തായാലും ഇതെല്ലാം ഈ ഇൻഫർമേഷൻ എല്ലാം അയർലൻഡിനെ ബേസ് ചെയ്താണ്. അപ്പം നമ്മളൊരു കൺട്രിയിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ എന്തായാലും അവിടുത്തെ സിസ്റ്റം വേണം എപ്പോഴും നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പോവാൻ. അപ്പം ഇപ്പം സപ്പോസ് നമ്മൾ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ ഇടയിൽ മിക്സ് ചെയ്യുവാണെങ്കിൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഇതിന് വീണ്ടും GPയെ കൺസൾട്ട് ചെയ്യുമ്പം നമുക്കിപ്പോൾ ഇങ്ങനെ പറയേണ്ടി വരും. അപ്പം നാട്ടിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു സാധനം എടുത്തിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് ഒരു അഡ്വൈസ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇത് രണ്ടുകൂടെ മിക്സ് ആകുമ്പോഴത്തേക്കും ഇവിടെ ഉള്ളവർക്കും ആ ഒരു കാര്യത്തെക്കുറിച്ച് അത്ര അവയർനെസ് ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് ഇപ്പം ഈ കൺട്രിയിൽ നിൽക്കുമ്പം ഇപ്പം നമ്മുടെ കുഞ്ഞൂസിനെ വളർത്തുമ്പം ഇവിടുത്തെ സിസ്റ്റം ബേസ് ചെയ്ത് തന്നെ വളർത്താൻ മാക്സിമം നോക്കുക. അല്ലെങ്കിൽ ഇവർ പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ അതാണ് പറയാനുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഇവർ ഇഷ്ടം പോലെ കാര്യങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് അതിൻ്റേതായുള്ള രീതിയിൽ പോയാൽ മാത്രം മതിയെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതാണ് പല ആൾക്കാരും ചോദിച്ചത്. ഇപ്പം പേരൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു, എങ്ങനെയാണ് ഇതിൻ്റെ അറിവുകളൊക്കെ കിട്ടുന്നത്, അല്ലെങ്കിൽ എങ്ങനെ എവിടെ നിന്നാണ് നമുക്ക് ഈ ഇൻഫർമേഷൻസ് ഒക്കെ ഉള്ളത്. ഇപ്പം ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുഞ്ഞൂസ് ഉണ്ടായതിനു ശേഷം മാത്രമാണ് ഈ ഒരു ബേബിയുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ അറിയുന്നതും അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുന്നതും എല്ലാം. പക്ഷേ ഇങ്ങനെയുള്ള കറക്റ്റായിട്ടുള്ള എഡ്യൂക്കേഷനും കാര്യങ്ങളും നമുക്ക് കിട്ടുമ്പം വേറെ കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഇപ്പം ചിലപ്പം ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് എന്തെങ്കിലും എടുത്താൽ പോലും ചിലപ്പോൾ അത് നല്ലതാണോ ഒറിജിനലാണോ അല്ലെങ്കിൽ ഫേക്ക് ആണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇങ്ങനെയുള്ളൊരു ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും അത് നല്ലതായിരിക്കും. അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പം ഇവിടുത്തെ സിസ്റ്റം ഭയങ്കര കംഫർട്ടബിൾ ആണ് നമുക്ക്. പിന്നെ ഇവളുടെ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പേരൻസ് കൂടെ ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്കൊരു നല്ലതായിരിക്കും. ഈ പറഞ്ഞ പോലെ കൈമാറി എടുക്കാനും അങ്ങനെയൊക്കെ. ഇപ്പോൾ രണ്ടുപേരും വർക്കിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല ബിസിയും കാര്യങ്ങളൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ആ സമയമൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും സപ്പോർട്ട് നല്ലതാണ്. അപ്പം ഇതൊക്കെ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇതൊരു പ്യുവർ ഒരു ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇനിയും കിടിലം വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ എന്തായാലും നമ്മുടെ വക കുഞ്ഞൂസിൻ്റെ വക എല്ലാവർക്കും ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.